കോൾസിൻസ് കോക്ക് നിനക്ക് തങ്ങനടാ തങ്കം ഞാനാടാ തങ്കം ചേട്ടൻ്റെ അണ്ടി. ഈ ഒരു സിനിമ ചുരുളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, സാക്ഷാൽ LJP ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചുരുളി എന്ന് പറയുന്ന സിനിമ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ മലയാളത്തിലെ 5 സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഒന്ന് ചുരുളിയായിരിക്കും. ഞാൻ ഇത്രയും വട്ടം കണ്ടുള്ള സിനിമ ചുരുളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ചുരുളി ഈ സിനിമയുടെ എവിടെ നിന്ന് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അവസാനം വരെ കാണാൻ നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ, അതിൽ തെറി പറയുന്നത് കൊണ്ടല്ല, അതൊരു ക്ലാസിക്കാണത്, ഒരു കൾട്ട് ക്ലാസിക്കാണ് ചുരുളി. ഒരു വേൾഡ് ക്ലാസ് സാധനം, ഒരു അൺപ്രസിഡൻറ്റഡ് സാധനം. അതായത് എൻ്റെ ലൈഫിൽ ഇതുപോലൊരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല. വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഈ ഫെസ്റ്റിവലിന് മറ്റേ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ജോജു പറഞ്ഞ ഫെസ്റ്റിവലിന് അയക്കാത്ത സാധനം ഒന്നും അറിയില്ല. ഞാൻ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ OTT ഇറങ്ങിയിട്ടുള്ള തെറി പറയുന്ന പടമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഐ വാസ് ഷോക്ക്ഡ് മാത്രമല്ല, ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ. അതായത് ഒരു സിനിമ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോടാ പണി വെച്ചെടുക്കറ LJP എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു അന്യായ സാധനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂസിലെല്ലാമൊക്കെ പറയാറുണ്ട്, ചുരുളി ഈസ് പേഴ്സണൽ ഫോർ മീ. എന്നെ പണ്ട് ഏഷ്യാനിലെ ഏതൊരു സീസൺ എന്ന് ഓർമ്മയില്ല, ബിഗ് ബോസിലേക്ക് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു നിങ്ങളെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന്. ഞാൻ പറഞ്ഞു ചുരുളിന്ന്. പിന്നെ അതോടെ അവർ പിന്നെ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ജോജു ജോർജ്, നിനക്ക് തൂറുള്ള സ്ഥലമാണത്, ജോജു ജോർജിൻ്റെ ഈ ഒരു വിവാദം ഇതൊരു കാഷ്വലായിട്ടുണ്ടായിട്ടുള്ള വിവാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ജോജു ജോർജ് പ്രസ് മീറ്റ് വിളിച്ച് ചുരുളിയിൽ ഞാൻ അഭിനയിച്ച സമയത്ത് തെറി പറഞ്ഞ് അഭിനയിച്ചത് എന്താണ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ വേണ്ടി പ്രസ് മീറ്റ് വിളിച്ചോന്നല്ല, ഏതോ ഇൻ്റർവ്യൂവിൽ കാഷ്വലി ജോജു അതങ്ങ് വെളിപ്പെടുത്തിയാണ്. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എന്തിനാണ് ജോജു ഇത് ഡിനൈ ചെയ്യുന്നത്? വാട്ട്സ് ഹിസ് ഇൻറ്റൻഷൻ? നന്മവരം കളിക്കുകയാണോ? ജോജു ജോർജിൻ്റെ മകൾ സ്കൂളിൽ പോയ സമയത്ത് ക്ലാസ്മേറ്റോ ആരെ ചോദിച്ചത്രേ ജോജു ജോർജ് ഇത്തരം സിനിമകൾ ചെയ്യുന്ന ആളാണോ? എന്താണിത്? സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസമില്ലേ? ജോജു ജോർജ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് പണി, അതിൽ റേപ്പില്ലേ? അതിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. റേപ്പിനെ എങ്ങനെ അതിൽ പോർട്രേ ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായതാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇദ്ദേഹം അന്യഭാഷാ സിനിമകളിൽ പോയിട്ട് ചെയ്യുന്ന റോളുകൾ എന്താ? കൈവെട്ടലും കാലുവെട്ടലും വെടിവെപ്പൊക്കെ അല്ലേ? അപ്പോൾ ഇയാൾ ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആളാണോ? അപ്പോൾ ഇത്രയും ബാലിശമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നേ. ചുരുളിയിൽ അഭിനയിച്ചതാണ് ജോജു ജോർജ്. നിങ്ങൾ അഭിമാനിക്കണം. ചുരുളി എന്ന് പറഞ്ഞ ഉദാത്തമായ സിനിമ, മഹത്തായ സിനിമ. പണ്ട് അഖിൽമാരൊക്കെ ചാനൽ ചർച്ചയിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ചുരുളിക്കെതിരെ. അന്നേ നോട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വെച്ചിട്ടൊന്നും നിങ്ങളിതിനെ ഇത്രയും ബാലിശമായിട്ട് എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ചുരുളി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് യുണീക്ക്, എക്സെപ്ഷണൽ, അൺപ്രസിഡൻറ്റഡ്. അതുപോലത്തെ സിനിമ ഇനി ഉണ്ടാവാനും സാധ്യതയില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് ആൻ LJP സ്റ്റഫ്. LJP എന്ന് പറഞ്ഞ ഒരു എക്സെപ്ഷണൽ ഫിലിം മേക്കറുടെ ഒരു അന്യായ ഫോം ഓഫ് ആർട്ടാണത്, ഒരു ഫിലിമാണത്. അതിൽ അഭിനയിക്കാൻ നിങ്ങൾ ഭാഗ്യം കിട്ടി. തങ്കം ചേട്ടൻ അണ്ടി, തങ്കൻ ചേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം? അത് അന്യായ ക്യാരക്ടർ. അത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. മലയാളത്തിൽ എത്ര നടന്മാരുണ്ട്. ജോജു ജോർജിനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ഇവർ മൂന്നും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു അന്യായ ഓറയുള്ള, അന്യായ സ്വാഗുള്ള, അന്യായ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടർ. അത് എത്ര ഹെവി ആയിക്കോട്ടെ, നിങ്ങൾ എത്രയും കിൻഡൽ കണക്കിന് ഹെവിനെസ് ഉള്ള ക്യാരക്ടർ എടുത്ത് തലയിൽ വെച്ചാൽ ജോജു ജോർജ് താങ്ങും. അതിനുള്ള ടാലൻ്റ് ഉണ്ട്, അതിനുള്ള കാലിബർ ഉണ്ട്, അതിനുള്ള ആളുണ്ട് ജോജു ജോർജ്. അങ്ങനെയുള്ള ഒരു ആക്ടർ വന്നിട്ട് മനസ്സിലാണ് പിന്നെ എന്താ ഈ മറ്റേ റെമ്യൂണറേഷൻ്റെ കാര്യമൊക്കെ എന്താ പറയുന്നത്? ആദ്യം ഇദ്ദേഹം പറഞ്ഞു റെമ്യൂണറേഷൻ തന്നില്ല. LJP ഇത് പുറത്തുവിട്ട സമയത്ത് പറയുന്നു 5 ലക്ഷം. ഇദ്ദേഹം ജോസഫിലും പൊറിഞ്ചിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണ് ആകെ 3 ദിവസം കണ്ട് അഭിനയിച്ചിട്ടുള്ളൂ. അതിന് ഇദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് 5 ലക്ഷം പോരെ?
അത് വെച്ചിട്ട് കൊടുക്കണോ? പിന്നെ OTT പടം എടുത്തു എന്ന് പറയുന്നു. അപ്പം പിന്നെ ഇതിൽ അഭിനയിച്ച നടന്മാർക്കെല്ലാം കൂടുതൽ പൈസ OTT വലിയ തുകയ്ക്ക് ഒരു പടം പോയി കഴിഞ്ഞാൽ അഭിനയിച്ച് നടന്നാൽ പിന്നെ ജാഫർ ഇടുക്കിക്ക് കുറേ കൊടുത്തേക്കാം. അദ്ദേഹം ഇതിലും ജോജുവിനേക്കാളും സീനിൽ അഭിനയിച്ച ആളാണ് ജാഫർ ഇടുക്കി. അപ്പം അങ്ങനെയൊന്നുമല്ല. ഇനി ഒരു പക്ഷേ ജോജു ജോർജിന് തെറ്റുപറ്റി, അദ്ദേഹത്തെ കബളിപ്പിച്ചു, അദ്ദേഹത്തെ അവാർഡിന് അയക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത്തരത്തിൽ തെറി പറഞ്ഞ് അഭിനയിപ്പിച്ച സാധനം അവാർഡിന് വേണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് OTT റിലീസ് ചെയ്ത്. ആ സമയം OTT റിലീസ് ചെയ്തിട്ട് എത്ര വർഷമായി OTT റിലീസ് ചെയ്തിട്ട് ഇപ്പോഴാണ് അദ്ദേഹം ഇതും പൊക്കി വരുന്നത്. അങ്ങനെയാണെങ്കിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയിരുന്നെങ്കിൽ അന്ന് എന്തുകൊണ്ട് ജോജു ജോർജ് പറഞ്ഞില്ല എന്നെ കബളിപ്പിച്ചു എന്ന്? OTT വേണ്ടിയിട്ട് ഇറക്കിയ പിന്നെ സാധനത്തിലല്ല ഞാൻ തെറി പറഞ്ഞിട്ടുള്ളത്, ഞാൻ അവാർഡിന് വേണ്ടി അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കകത്ത് തെറി പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ സംഭവം ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. എൻ്റെ വൺ ഓഫ് ദ നിങ്ങൾ ചോട്ടാ മുംബൈയോ വല്യേട്ടനോ നിങ്ങൾ ഏത് പടം വേണേൽ റിലീസ് ചെയ്തോ, ചുരുളി എന്ന് പറഞ്ഞ സിനിമ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യണം. ഞാൻ കണ്ടിരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അത് ഒരു മാസിൻ്റെ കൂടെ ഇരുന്നിട്ട്, ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട്, ഒരു ഫുൾ ഹൗസിൻ്റെ കൂടെ ഇരുന്നിട്ട് ചുരുളി കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീമാണ്, മൈ ഡ്രീം. ചുരുളി എന്ന് പറഞ്ഞ സാക്ഷാൽ LJPയുടെ സിനിമ തിയേറ്ററിനകത്ത് ഫുൾ ഹൗസിലിരുന്നിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നുള്ള എൻ്റെ ഡ്രീമാണ്, മൈ ഡ്രീം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു സിനിമയാണെന്നത്, അതുപോലത്തെ സിനിമ. അതിൽ അഭിനയിച്ചിട്ട് തങ്കൻ ചേട്ടൻ എന്താ മുതൽ? നിനക്ക് തങ്കൻ അറിയടാ, തങ്കൻ ഞാനോടോ എന്ന് തങ്കൻ ചേട്ടൻ പറയുന്നെടുത്ത് അതാണ് തങ്കൻ ചേട്ടൻ. ആ തങ്കൻ ചേട്ടൻ റോളും ചെയ്ത് 5 ലക്ഷം 10 ലക്ഷം അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ OTT റിലീസായതിനു ശേഷം പിന്നെ ആളുകൾ അതിനെക്കുറിച്ച് ഇക്കണോമിക്കലി തിങ്ക് ചെയ്തിട്ട് സംസാരിക്കണത് എനിക്കതിൽ തോന്നുന്നില്ല, അതിൽ കാര്യമുണ്ടെന്ന്. കാരണം ഒരു പടത്തിൽ അഭിനയിച്ച് റെമ്യൂണറേഷനായി കഴിഞ്ഞു. പിന്നെ അത് OTT വിൽക്കാതിരിക്കുക. ഇനിയിപ്പോൾ OTT വിൽക്കാതിരിക്കപ്പെട്ടിരിക്കുന്ന എത്ര പടങ്ങളുണ്ട്? അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഇതിൽ അഭിനയിച്ച നടീനടന്മാരായിട്ടെടുക്കൂ. അപ്പോൾ അങ്ങനെ അതൊന്നും കാര്യമില്ല. അപ്പോൾ ജോജു ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്യായ നടനാണ്. പക്ഷെ അദ്ദേഹം പലപ്പോഴും വളരെ മാലിന്യമായിട്ട് ചിന്തിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താ ഒരു റിയൽ ലൈഫ് ഒരു സിനിമയിൽ ഇപ്പോൾ റേപ്പിസ്റ്റായിട്ട് അഭിനയിച്ച ഒരാൾ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മക്കളുടെ ക്ലാസ്മേറ്റ്സ് ഒന്ന് ചോദിക്കുക, നിൻ്റെ അച്ഛൻ റേപ്പിസ്റ്റ് ആണോന്ന് അങ്ങനെ ചോദിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ നിലവാരം മനസ്സിലാക്കിയാൽ മതി. അത്രേ ബോധമുള്ളൂ മനസ്സിലാക്കിയാൽ മതി. അതൊന്നും വെച്ച് കൗണ്ടർ ചെയ്യുന്ന കാര്യമില്ല. ജോജു ജോർജ് നിരന്തരം ഇങ്ങനെ പല വിവാദങ്ങളും പെട്ടിട്ടുണ്ട്. പണ്ട് ഹർത്താലിൻ്റെ സമയത്ത് വണ്ടി ഇങ്ങോട്ട് സുഹൃത്തുക്കൾ പോണേ ഇതോടോ ആ സ്ഥാനത്തിൽ പെട്ടിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് അതിൻ്റെ പേരിൽ കുറേ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റേ ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടം പണി ഇറങ്ങിയ സമയത്ത് റിവ്യൂ ചെയ്ത ഒരാളെ വിളിച്ചിട്ട് എന്തോ മുള്ളേണ്ട കാര്യമോ നിന്നെ പുള്ളിക്കിട് എന്തോ സാധനം പറഞ്ഞിട്ട് ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ അതായത് ഓരോ ആളുകൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണുമല്ലോ. ഇപ്പോൾ ജോജുവിൻ്റെതായിട്ടുള്ള ചില അപ്രോച്ച് കാണും. ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സെൻസിറ്റീവായിട്ടായിരിക്കും സമീപിക്കുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടായിരിക്കും സമീപിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കാം. ഇതൊന്നും ജോജു ജോർജിനോടുള്ള വിരോധം കൊണ്ട് പറയുന്നില്ല. പക്ഷേ ചുരുളി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിന് ജോജു ജോർജ് LJPയോടാണ് കടപ്പെട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അതുപോലൊരു സാധനത്തിൽ ഇദ്ദേഹം അഭിനയിച്ചു. അതിൽ ഏതോ സ്കൂൾ കുട്ടി എന്ത് പറഞ്ഞിട്ട് വെച്ചിട്ട് അതാണ് ഒരു ജസ്റ്റിഫിക്കേഷൻ. ചുരുളി അതിൽ ജോജു ജോർജ് അഭിനയിച്ചു. തങ്കൻ ചേട്ടൻ ഈസ് എപ്പിക്. മലയാള സിനിമ ഉള്ള കാലത്തോളം തങ്കൻ ചേട്ടൻ വിൽ റിമൈൻ ഇമോർട്ടൽ ഫോർ എവർ. അതാണ് തങ്കൻ ചേട്ടൻ ആൻഡ് ചുരുളി. നേരെ പോയിട്ട് ചുരുളി ഒന്നുകൂടെ കണ്ടിട്ട് വരാം.